Good morning, friends. Have a fantastic positive day. It's me, Simon. Okay. നമ്മളെ വളരെ ആഹ്ലാദത്തോടെ നോക്കിക്കാണുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മളുടെ യുവാക്കളുടെ തൊഴിൽ തേടലും തൊഴിൽ ആർജിക്കലും. അവർ നന്നായി സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. അത് ഏതൊരു കുട്ടിക്ക്, ഒരു നാട്ടിലെ ഏതൊരു കുട്ടിക്ക് കിട്ടുമ്പോഴും നമ്മളെല്ലാം സന്തോഷമാകും അല്ലേ? അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ഈ കേരള ഗവൺമെൻറ് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ പറയും ഇൻഫ്രാസ്ട്രക്ചറിലാണ്, ഹൈവേസ് എല്ലാം സൂപ്പറാവുന്നു, ബ്രിഡ്ജസ് വരുന്നു, ഓവർ ബ്രിഡ്ജസ് വരുന്നു, മോർ ഓഫ് ഇൻഡസ്ട്രീസിൽ ധാരാളം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ടൂറിസം ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് കയറി വരുന്നു. ഓൾമോസ്റ്റ് ഓൾ ദി ഹോട്ടൽസ് ആർ ഫുൾ. ഓൾ ദി സീസൺ, ഓഫ് സീസൺ ആൻഡ് സീസൺ, ദേ ആർ ഓൾ ബുക്ക്ഡ്. ഇതൊക്കെ കാണിക്കുമ്പം നമ്മൾ സന്തോഷിക്കുന്നു അല്ലേ? കാണുമ്പോൾ സന്തോഷിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം നാം ചെയ്യണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഡെപ്ത്സ് ഓഫ് ദി സ്റ്റേറ്റ്സ് ക്രൊണോളജിക്കലി അറേഞ്ച്ഡ് ആൻഡ് ഗിവ് ടു മീ എന്ന് പറയണം. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കടം അത് ലിസ്റ്റ് ചെയ്ത് വരും. നമ്മളിവിടെ പലരും അതിനെ കൊണ്ട് പറയുന്നത് കേരളം കടം മേടിച്ച് മുടിഞ്ഞു എന്നാണ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മഹാരാഷ്ട്ര, രണ്ടാമത് ചെന്നൈ, പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ മതി. കേരളം ഒത്തിരി പുറയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, കടം മേടിക്കുന്നത് ഞാൻ 81 ബികോം ചേരുമ്പം അന്ന് പഠിച്ച കാര്യമാണ്. ഓൾ ഡെറ്റ്സ് ആർ അസറ്റ്സ് എന്ന്. കടമല്ല, ഞാൻ അന്നേരം അന്തം വിട്ടുകയെ കടങ്ങളെല്ലാം എങ്ങനെയാണ് അസറ്റാകുന്നത്. അതേപ്പറ്റി പഠിച്ചു, എനിക്ക് അന്നേ ബോധ്യപ്പെട്ടു. നമ്മളെ വിഷയമായതുകൊണ്ട് പഠിച്ച് ബോധ്യപ്പെട്ട നമ്മളെ 10 ലക്ഷം രൂപ ഒരു സാധനം കടം വാങ്ങുമ്പോൾ ആ 10 ലക്ഷം നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു. നമ്മളിതിനെ പീരീഡായിട്ട് അടച്ചുകൊണ്ടിരിക്കുക. അടയ്ക്കുന്ന ചെറിയ തുകകളാണ്. അടച്ചടച്ച് വരുമ്പോൾ അതിൻ്റെ മൂല്യം കുറഞ്ഞു വരുമോ. അപ്പോൾ നമ്മൾ ആൾറെഡി 10 ലക്ഷം രൂപയുടെ കാറോ അല്ലെങ്കിൽ സ്വർണമോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമോ പർച്ചേസ് അത് മുമ്പോട്ട് പോവുകയാണ്. ഉപയോഗിച്ച് കഴിഞ്ഞു നമ്മൾ ആ 10 ലക്ഷം. പക്ഷേ അടയ്ക്കുന്ന, അപ്പം ആ കടം എന്ന് പറയുന്നത് നമ്മുടെ അസറ്റായിട്ട് മാറുക ഇൻ ലോങ് റൺ. അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ കടത്തെ പറ്റി പറയുമ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചോദിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ കടമുള്ള സ്റ്റേറ്റ് അതാണ്. കേരളം എത്രയാണെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. ഓക്കെ, ഈ നമ്മുടെ നാടിൻ്റെ വികസനത്തെ പറ്റി പറയുമ്പോൾ ചില സംശയം ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാനിത് പറഞ്ഞു തന്നെ. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കടവ് ഒന്ന് അടിച്ച് നോക്കണം, കൗതുകത്തിന് വേണ്ടി. അതും വലുതാണ്. പക്ഷെ അവർക്ക് അതിനുള്ള സോഴ്സുണ്ട്. വലിയ കടമാണ് ഇന്ത്യ ഗവൺമെൻറ്റിനുള്ളത്. ഓക്കെ, അത് പോട്ടെ, ഞാൻ പറയുന്നതേ ഉള്ളൂ. കടം മേടിക്കുന്നതെല്ലാം എന്തോ തെറ്റാണ് എന്നൊക്കെ തോന്നുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ യുവാക്കളുടെയും യുവതികളുടെയും എല്ലാം ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതിനുവേണ്ടി നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഗുഡ് മോർണിംഗ് സാർ, എങ്ങനെയുണ്ട്? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദ്യാഭ്യാസം, ഫോറസ്റ്റ് മെയിൻ്റനൻസ്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർന്നാണ് കിടക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് അതിൻ്റെ നൂതനങ്ങളായ ആശയങ്ങളും നൂതനങ്ങളായ സയൻസും ടെക്നോളജി എല്ലാം പാഠപുസ്തക പരിഷ്കരണം കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഇൻവെസ്റ്റ്മെൻറ്റാണ് ലോകത്താകെ മലയാളികൾ തലയുയർത്തി പിടിച്ച് രാജാക്കന്മാരായി ജീവിക്കുന്നത്. നിങ്ങൾ ഏത് രാജ്യത്ത് നോക്കിയോ, അവിടുത്തെ ഏറ്റവും പ്രിഡോമിനൻ്റ് പോസ്റ്റിലിരിക്കുന്ന ഒന്നല്ലേ രണ്ടാമത്തെ മലയാളിയായിരിക്കും, ഇന്ത്യക്കാരനായിരിക്കും, മലയാളിയായിരിക്കും. അത് നമ്മൾ കൊടുക്കുന്ന അതിന് നമ്മുടെ അധ്യാപകരോട്, നമ്മളെ അംഗനവാടികളിലെ ടീച്ചർമാരോട്, അധ്യാപകരോട് എല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്, കോളേജ് അധ്യാപകരോട്. കാരണം ഇത്രയും വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള യൂത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ മേഖലയിൽ നിന്ന്. ഈ അധ്യാപകരും അതുപോലെ അംഗനവാടി ടീച്ചർമാരും പ്രൊഫസർമാരും ഒക്കെയാണ് ഇന്ത്യക്ക് ലോകത്താകെ ഒരു സ്ഥാനം നേടിക്കൊടുത്തത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. അതാരും നിഷേധിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം വനപരിരക്ഷണം. നമ്മൾ സിനിമയിലെ കാണും ഓഫീസർമാർ, ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് മാഡം. നമ്മൾ സിനിമയിലെ കാണും ഇങ്ങനെ ഓഫീസർമാരെല്ലാം കള്ളന്മാരെ തടി വെട്ടുവിറ്റ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിലെ വനങ്ങൾ എന്താ?
എവിടെ നോക്കിയാലും പ്രക്ഷോഭം. പുലി വന്നു, കരടി വന്നു, കടുവ വന്നു. ശരിയല്ലേ? ഇതെങ്ങനെ സാധിച്ചത്? ഈ പുലിപ്പല്ലിനും പുലിത്തോലിനൊക്കെ എന്നാ വിലയാണെന്നറിയോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ, ആനക്കൊമ്പിനൊക്കെ. അതൊന്നും നഷ്ടപ്പെടാതെ അതിനെല്ലാം പരിരക്ഷിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നത് കേന്ദ്ര നിയമത്തെയാണ്. ഫോറസ്റ്റിൻ്റെ നിയമമെല്ലാം കേന്ദ്ര ഗവൺമെൻറ്. സംസ്ഥാനമായിരുന്നെങ്കിൽ ചിലപ്പം അത് വെള്ളം ചേർത്ത് പോയതിന് പല സംസ്ഥാനം, നമ്മുടെ കേരളത്തിൽ ചേർക്കത്തില്ല, മറ്റു പലയിടത്തും. പക്ഷേ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ പരിരക്ഷ, വിദ്യാഭ്യാസവും ഫോറസ്റ്റ് നമ്മളെ ടൂറിസത്തെ ഭയങ്കരമായിട്ട് വളർത്തുന്നു. എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആളുകൾ കേരളത്തിലേക്ക് വരികയാണ്. ആനയെ കാണാം, കരടിയെ കാണാം, പുലിയെ കാണാം എന്നൊക്കെ പറഞ്ഞു, കടുവയെ കാണാം എന്നൊക്കെ പറഞ്ഞു. അത് നമുക്കൊരു സന്തോഷമല്ലേ, അഭിമാനമല്ലേ? ഓക്കെ, നമ്മുടെ ഫിഷർമാൻ ഫിഷ് പിടിച്ച് വന്നിരിക്കുന്നു, കാണിച്ചേക്കാം. നച്ചേരുമിനാണെങ്കിൽ നമ്മുടെ ഇടപാട് നച്ചേരുമിനെ അവൻ്റെ മുള്ളു തുണക്ക് തന്നെ നിൽക്കണേ. ഗുഡ് മോർണിംഗ് സാറേ. ഫിഷിനെ ഒന്ന് വീഡിയോ എടുക്കുക, കുഴപ്പമില്ല. എടുത്തോ, ഇല്ല എത്ര വെള്ളം എടുത്തു. ഞാൻ പിടിച്ചോണ്ട് നിൽക്കുന്നത് കാണണം. അതെ, കുമരങ്ങാനെ പറയുന്നു കൊഞ്ചു കിട്ടുന്നു പറഞ്ഞത്. ഏത് ഇഷ്ടം പോലെ കൊഞ്ചാന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, എനിക്ക് അപ്പം നമ്മുടെ നാട്ടിലെ ഓരോ കർഷകനും കർഷക തൊഴിലാളി എല്ലാം കൂടെ പ്രവർത്തിച്ച് നമ്മുടെ നാടിങ്ങനെ വികസിക്കുന്നത്, വളരുന്നത്. അപ്പോൾ ഈ സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പം ഈ വിദ്യാഭ്യാസമാണ് ലോകം മുഴുവൻ മലയാളികൾക്ക് പോകാൻ കഴിയുന്നതും. ഞാൻ അമേരിക്കയിലൊക്കെ ആയിരുന്നപ്പം എവിടെ ചെന്നാലും മലയാളി ഓഫീസർമാരുണ്ട് നമ്മളെ സഹായിക്കുക. അതുപോലായിരുന്നു അത് ലോകത്തെല്ലായിടത്തും. നമ്മുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും ഭയങ്കരമായിട്ട്. അതിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സൂപ്പർ ശിവൻകുട്ടി സാറിനെ പറ്റി അദ്ദേഹത്തെ കാണുമ്പം ഒരു ശക്തനായ മനുഷ്യനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സാർ. അപ്പോൾ പലരും വിചാരം ഈ ശിവൻകുട്ടി സാറിന് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലതാ, അത് പ്രചരിപ്പിക്കുന്നത് അങ്ങനെ. അദ്ദേഹം LLB-കാരനാണ് കേട്ടോ. അദ്ദേഹം ലോ അക്കാഡമിയിലൊക്കെ തകർത്ത് വാരിയ ഒരു SFI നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹം ഏത് വിഷയത്തിലും ധൈര്യമായിട്ട് ഇടപെടും, സംസാരിക്കും. ഭയം എന്നത് തൊട്ട് തീണ്ടിട്ടില്ലാത്തൊരു മനുഷ്യനാണ്, നല്ല മിടുക്കനാണ്. അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് സുരക്ഷിതമാണ്. ആരും കയറി അവിടെ മേഘത്തൊന്നുമില്ല, പറഞ്ഞാൽ. അപ്പം വിദ്യാഭ്യാസം, അതുപോലെ ഫോറസ്റ്റ്, ഈ ടൂറിസം ഭയങ്കര കേരളത്തിൽ ഇൻകം നേടിത്തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫോറസ്റ്റിനെ പറ്റി, എന്തുകൊണ്ടാണ് കേരളത്തിൽ വനവും ഇല്ല, വന്യമൃഗവും ഇല്ലെങ്കിൽ ഏതെങ്കിലും ടൂറിസ്റ്റിന് ഇവിടെ എന്തെങ്കിലും അട്രാക്ഷൻ ഉണ്ടോ? ഇവിടെ മൂന്നാറിലൊക്കെ വന്ന് മാസങ്ങളാണ് താമസിക്കുന്നത്, വീഡിയോ ഒക്കെ എടുത്ത്. എന്താ കാര്യം? അവർക്ക് ആനകളും കാട്ടാനകളും കാട്ടുമൃഗങ്ങളൊക്കെ ഒരു ഹരമാണ്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ അമേരിക്കൻ എലിഫൻ്റ് എന്ന് വേറൊരു ഷേപ്പാണ്. അമേരിക്കയിലെ ആഫ്രിക്കൻ എലിഫൻറ്റ്, ഇവിടുത്തെ എലിഫൻറ്റിന് വേറെ ഷേപ്പാണ്. അതുപോലെ കാട്ടുമൃഗങ്ങൾ ഇത്രയും ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഏറ്റവും അടിസ്ഥാന ശരിയായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയും വിദ്യാഭ്യാസ വകുപ്പ്. ഗുഡ് മോർണിംഗ് സാർ. പിന്നെ രണ്ടാമത് നിൽക്കുന്നത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, എക്സൈസ് എല്ലാം ഉണ്ട്, എല്ലാം കണക്റ്റഡാണ്. KSRTC പറയുമ്പോൾ എനിക്ക് 9 നാക്കാം. കാരണം 2 പോലീസുകാരെ, ഡ്രൈവറും കണ്ടക്ടറും എപ്പോഴും ആ വണ്ടിയിലുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ ബാംഗ്ലൂരിൽ നിന്ന് കയറിയാലും കോഴിക്കോട് നിന്ന് കയറിയാലും അവരെ സുരക്ഷിതമായി കൊണ്ടുവരാനായിട്ട് 2 കോൺസ്റ്റബിൾസ്, നമ്മുടെ എന്നാ പറയുന്നത്, CPOമാർ, സിവിൽ പോലീസ് ഓഫീസേഴ്സിനെ പോലെ കണ്ടക്ടർമാരും ഡ്രൈവർമാരും. അത്രയും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വകുപ്പാണ് KSRTC. അതുപോലെ തന്നെ നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റി. അങ്ങനെ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇത്രയും സുന്ദരികൾ. എന്തായാലും താങ്ക് യു ടു എവരി വൺ, ഗവൺമെൻറ് പേഴ്സൺസ് and hard workers, peoples, farmers, everyone. So thank you everyone. Have a fantastic positive day. Praise our God. Thank you.